ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഡിന്നറുമായിട്ടാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. അപ്പം അതിലേക്ക് ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കോളിഫ്ലവർ ഇട്ടതാണ് അത്. പിന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഈ വെളുത്തുള്ളി ചോറിലേക്കുള്ളതാണ്. പിന്നെ ഈ ബാറ്ററിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കോൺഫ്ലവർ, മൈദ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് നമുക്ക് കോളിഫ്ലവർ ഇട്ട് പൊരിച്ചെടുക്കാം അത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാനൊരു കഷ്ണം എടുത്ത്. പിന്നെ നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കളർ മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് എരിവിനായിട്ട് മുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കോൺഫ്ലവറും പിന്നെ റെഡ് ഫുഡ് കളറും വെള്ളത്തിലൊന്ന് കലക്കാം. പിന്നെ നമുക്കത് ഈ ഗോബി മഞ്ചൂരിയൻ്റെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനായിട്ടുള്ള മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യേ. അപ്പോൾ ഇതാ ഇവിടെ ഗോബി മഞ്ചൂരി കുറുകി വന്നിക്കണ്. അപ്പോൾ നമുക്ക് അവിടെ എടുത്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ സോസ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കൊരു ഭംഗിക്കായിട്ട് മുകളിൽ ഇങ്ങനെ മല്ലിച്ചപ്പും ഇടാം. പിന്നെ ഇതാ അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. നമ്മൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യൽ. പിന്നെ നമുക്ക് ഓയിൽ, മുളക്, പട്ട, ഗ്രാമ്പു പിന്നെ വെള്ളം ഇതിലേക്ക് നമുക്ക് നമ്മളെ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായി തന്നെ പച്ചമുളക്, ക്യാബേജ്, ക്യാപ്സിക്കം പിന്നെ വെളുത്തുള്ളി പിന്നെ കോഴിമുട്ട ചില്ലി ആക്കിയതും. പിന്നെ നമുക്ക് ആ കുക്കറിലേക്ക് വെളുത്തുള്ളിയും ക്യാബേജും പിന്നെ മുളകും ക്യാപ്സിക്കവും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുങ്ങനെ ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമുക്കവിടെ ചോറ് ഇട്ട് കൊടുക്കാം അതിലേക്ക്. പിന്നെ നമുക്ക് ലാസ്റ്റ് മുകളിൽ മുട്ട ചില്ലി ആക്കിയതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.